കിച്ചനൊക്കെ നല്ല തിരക്ക് സമയത്തിൽ നമുക്ക് എന്തായാലും ഭക്ഷണം കഴിക്കാൻ 10 കഴിയും. ആ സമയത്ത് കിച്ചനകത്ത് ഇരിക്കുന്ന ഇൻഗ്രീഡിയൻസ് വച്ചിട്ട് നമ്മളൊരു സിമ്പിളായിട്ട് ഒരു ഓംലെറ്റ് കറി ഉണ്ടാക്കും. അതാണ് ഇന്നത്തെ റെസിപ്പി. ഇത് എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പി തന്നെയാണ്. ട്രൈ ചെയ്തതിന് ശേഷം ലെറ്റ് മീ നോ ദ ഫീഡ്ബാക്ക് ഇൻ ദ കമൻറ്റ്സ്. ഇപ്പോൾ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഓണിയൻ, ഗ്രീൻ ചില്ലി, സോൾട്ട്, ക്രഷ് പെപ്പർ, പിന്നെ ബീറ്റൻ എഗ്സ്. നമുക്കൊന്ന് റോൾ ചെയ്യാം, ഇല്ലെങ്കിൽ ഫ്ലാറ്റായിട്ട് ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് കട്ട് ചെയ്താലും മതി. ഒരു പാനിൽ എണ്ണ ചൂടായതിനു ശേഷം കടുക്, ചെറിയ ജീരകം, കറിവേപ്പില, സ്ലൈസ് ചെയ്ത ഓണിയൻ. ഈ ഓണിയൻ ജസ്റ്റ് ഒന്ന് വഴണ്ട് വരണം. അതിന് ശേഷം സ്ലിറ്റ് ചെയ്ത് വെച്ച് ഗ്രീൻ ചില്ലീസ്. ആവശ്യത്തിന് ഉപ്പിട്ട് ജസ്റ്റ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരൊന്ന് സോട്ടേ ചെയ്യാം. അതിനുശേഷം സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ജസ്റ്റ് ഒന്ന് ഉടഞ്ഞു വരണം. ആ സമയത്ത് നമുക്ക് മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും പച്ച സ്മെല്ല് പോകുന്നവരെ ഒന്ന് സോഡ ചെയ്ത് എടുക്കാം. അതിനുശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി തിളപ്പിക്കാം. ഇത് തിളച്ചതിന് ശേഷം 1 കപ്പ് ബോയിൽ ചെയ്ത് വെച്ച മൂങ് ദാൽ ഇട്ടതിന് ശേഷം നമുക്ക് 10 മിനിറ്റ് തിളപ്പിക്കാം. അതിനുശേഷം നമുക്ക് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കുരുമുളക് പൊടിയും പിന്നെ ഈ പതയൊക്കെ ഉണ്ടല്ലോ അത് എടുത്ത് മാറ്റാം. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഓംലെറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് പതിയെ ഗ്രേവീസൊക്കെ ഇതിൻ്റെ മേലിട്ട് കൊടുക്കാം. ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഫ്രഷായിട്ട് ചോപ്പ് ചെയ്ത കൊറിയാൻഡർ ലീഫ്. നമ്മളുടെ സിമ്പിൾ ഓംലെറ്റ് കറി റെഡി ആയിട്ടുണ്ട്. ആൻഡ് ഓൾവേസ് റിമെമ്പർ ദിസ്, എവറിബഡി ക്യാൻ കുക്ക് ആൻഡ് എവറിബഡി ഹാസ് ടു കുക്ക്.